Good morning to all. Here I am discussing about analysis on educational technology. UGC, University Grants Commission. The University Grants Commission of India is a statutory board set up by the Government of India in accordance to the UGC Act 1956 under Ministry of Education and is charged with coordination, determination and maintenance of standards of higher education. ഹയർ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ രൂപീകരിച്ചൊരു കമ്മീഷനാണ് ദ യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇറ്റ് പ്രൊവൈഡ്സ് recognition to universities in India and disbursement of funds to such recognized universities and colleges. The headquarters are in New Delhi and it has 6 regional centers in Pune, Bhopal, Kolkata, Hyderabad, Guwahati and Bangalore. Then the objectives of UGC. The objectives of UGC include it helps to coordinate, determine and maintain the standards of university education. സർവകലാശാല വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം ഏകോപിപ്പിക്കുന്നതിനും നിർണ്ണയിക്കുന്നതിനും പരിപാലിക്കുന്നതിനും UGC വളരെയധികം പങ്കുവഹിക്കുന്നുണ്ട്. To ensure the quality of university education. സർവകലാശാല വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് UGC സഹായിക്കുന്നു. ആൻഡ് ടു ഡെവലപ്പ് യൂണിവേഴ്സിറ്റീസ് ആസ് സെൻറ്റർ ഓഫ് എക്സലൻസ്. സർവകലാശാലകളുടെ മികവിൻ്റെ കേന്ദ്രമായി വികസിപ്പിച്ചെടുക്കാൻ UGC വളരെയധികം പങ്കുവഹിക്കുന്നുണ്ട്. ദെൻ to access the financial needs of the universities and formulate and implement proper plans and programs. സർവകലാശാലയുടെ സാമ്പത്തിക ആവശ്യങ്ങൾ വിലയിരുത്തുന്നതിനും ശരിയായ പദ്ധതികൾ നിർമ്മിക്കുന്നതിനും അതിനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിനും UGC വളരെയധികം പങ്കുവഹിക്കുന്നുണ്ട്. Then we are going to discuss functions of UGC. Functions of UGC include it helps to inquire into the financial needs of the universities. സർവകലാശാലയിൽ എന്തെല്ലാം ഫിനാൻഷ്യൽ ആവശ്യങ്ങളാണ് വേണ്ടതെന്ന് UGC അന്വേഷിക്കുന്നുണ്ട്. ആൻഡ് അലോക്കേറ്റ് ആൻഡ് ഡിസ്പേഴ്സ് ഗ്രാൻറ്റ്സ് ടു യൂണിവേഴ്സിറ്റീസ് ആൻഡ് കോളേജസ് ഫോർ ദെയർ ഡെവലപ്മെൻറ്റ് ആൻഡ് മെയിൻ്റനൻസ്. കോളേജുകളുടെ ഡെവലപ്മെൻറ്റിനും മെയിൻ്റനൻസിനും വേണ്ടി ഗ്രാൻറ്റ്സ് അലോക്കേറ്റ് ചെയ്യുകയും ആൻഡ് ഡിസ്പേഴ്സ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് UGC. ദെൻ അഡ്വൈസിങ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഓൺ ദ മെഷേഴ്സ് ഫോർ ദ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ്റെ ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടി സെൻട്രൽ ഗവൺമെൻറ്റിനെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെയും അഡ്വൈസ് ചെയ്യുന്നത് UGC ആണ്. ആൻഡ് ഇറ്റ് പ്രൊമോട്ട് ആൻഡ് കോർഡിനേറ്റ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ. Then it institutes fellowship and scholarship. യൂണിവേഴ്സിറ്റിക്ക് ആവശ്യമായ അല്ലെങ്കിൽ അതിനുള്ള സ്കോളർഷിപ്സും ഫെലോഷിപ്സും എല്ലാം UGC നൽകുന്നതാണ്. Then we discuss about Consortium for Educational Communication. The Consortium for Educational Communication, popularly known as CEC, is an inter-university center was established by University Grants Commission on 26 May 1993 under Section 12 of its Act. UGCയുടെ ഇൻ്റർ യൂണിവേഴ്സിറ്റി സെൻ്ററായിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ് കൺസോർഷ്യം ഫോർ എഡ്യൂക്കേഷണൽ കമ്മ്യൂണിക്കേഷൻ അഥവാ CEC. It's a nodal agency at national level to address the educational needs of the country through the use of various modes of communication such as TV, radio, EduSat and Internet. Then the objectives of CEC. The objectives of CEC include close coordination, facilitation, overall guidance and towards the activities of the media centers set up by the UGC in various universities throughout the country. അതായത് രാജ്യത്തുടനീളമുള്ള വിവിധ സർവകലാശാലകളിൽ UGC രൂപീകരിച്ചിട്ടുള്ള മാധ്യമ കേന്ദ്രങ്ങളുടെ ഏകോപനത്തിനും അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനും
CEC വളരെയധികം പങ്ക് വഹിക്കുന്നുണ്ട്. ദെൻ dissemination of educational programs that include audio, visual and verbal web-based programs and related support material, further setting up of appropriate facilities for such production. അതായത് ഹയർ എഡ്യൂക്കേഷൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കുകയും ആ പദ്ധതികളുടെ പ്രൊമോഷൻ ആവശ്യമായ ഫെസിലിറ്റീസ് നൽകുന്നത് CEC ആണ്. ദെൻ റിസർച്ച് ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു ഒപ്റ്റിമൈസിങ് ഇൻ ദ എഫക്റ്റീവ്നെസ് ഓഫ് സച്ച് പ്രോഗ്രാംസ്. പലതരം പ്രോഗ്രാംസിൻ്റെ ഫലപ്രാപ്തി ഒപ്റ്റിമൈസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഗവേഷണ പ്രവർത്തനങ്ങളിൽ CEC പങ്കുവഹിക്കുന്നുണ്ട്. ദെൻ പ്രൊവൈഡിങ് എ ഫോറം ഫോർ ദ ആക്റ്റീവ് ഇൻവോൾവ്മെൻറ്റ് ഓഫ് അക്കാഡമിക് ആൻഡ് അതർ സ്കോളേഴ്സ് ഇൻ ദ ക്രിയേഷൻ ഓഫ് അപ്രോപ്രിയേറ്റ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ്. ഉചിതമായ വിദ്യാഭ്യാസ പരിപാടികൾ സൃഷ്ടിക്കുന്നതിനായിട്ട് അക്കാദമിക്കായിട്ടും ആൻഡ് അതർ സ്കോളേഴ്സും സജീവമായി പങ്കെടുക്കുന്നതിനുള്ള ഫോറം നൽകുന്നത് CECയിലൂടെയാണ്. ദെൻ സ്റ്റഡിയിങ്, പ്രൊമോട്ടിംഗ് ആൻഡ് എക്സ്പെരിമെൻറ്റിംഗ് വിത്ത് ന്യൂ ടെക്നോളജി that will increase the reach and or effectiveness of educational communication. ടെക്നോളജി വിദ്യാഭ്യാസ ആശയവിനിമയത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പുതിയ സാങ്കേതിക വിദ്യകൾ പഠിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും അതെല്ലാം പരീക്ഷിക്കുന്നതിനും CEC സഹായിക്കുന്നുണ്ട്. ഓക്കെ, നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് UGCയെയും CECയെയും കുറിച്ചാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. Thank you.